ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. ഇത് വിൽക്കാനുള്ള പശുക്കളൊന്നും അല്ല കേട്ടോ, പാലൊന്നും ഇല്ലാത്ത പശുക്കളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും വാങ്ങിക്കാൻ പറയുന്നൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് പോവാം, നിങ്ങൾക്ക് ഈ പശുക്കളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത്. ഈ പശുക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7-8 വട്ടം കുത്തി വെച്ചിട്ട് ചെന പിടിക്കാണ്ടായപ്പോൾ അവർ കൊടുത്തതാണ് കേട്ടോ. അത്രയും പൈസ പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ ആയാലും വീട്ടിലേക്ക് വന്ന് പോകണമെങ്കിൽ ഒരു 500 രൂപയെങ്കിലും എന്തായാലും കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു കുത്തി വയ്ക്കാൻ വരുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വെച്ചെങ്കിൽ 700 രൂപയാണ് കേട്ടോ ഡോക്ടേഴ്സ് വാങ്ങിക്കാറ്. അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 7 വട്ടം കുത്തി വയ്ക്കാമെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് അവർക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവർ ഇത്രയും നല്ല പശുക്കളാണ് അവർ കൊടുത്തത്. 12 ലിറ്ററോളം പാല് കിട്ടുന്ന 2 പശുക്കളായിരുന്നു കേട്ടോ ഇവർ 2 പേരും. അപ്പോൾ ഇവർ 2 പേരും കുത്തിവെച്ച് അവർക്ക് പൈസ അത്രയും പോയത് കൊണ്ട് മാത്രമാണ് കേട്ടോ അവർ വിറ്റത്. പിന്നെ ഇപ്പോൾ തീറ്റയ്ക്കായാലും നമുക്കൊരു പശു ഇപ്പോൾ പാലില്ലാണ്ട് നിർത്തിയാലും നമ്മൾ തീറ്റ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, പുല്ല് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ തീറ്റയ്ക്കും പുല്ലിനൊക്കെ നല്ല വില ഉണ്ടല്ലോ. പുല്ല് അരിഞ്ഞ് വരാനായാലും ഇപ്പോൾ വെള്ളം കയറിയ സാഹചര്യമാണ്, പുല്ലരിയാനില്ല. അപ്പോൾ എല്ലാ തീറ്റയ്ക്ക് വില കൂടി. നിങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ എങ്ങനെയാണ് വില കൂടി?